സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ് അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിക്കാണ് നമ്മുടെ റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ തന്നെ അടുത്തൊരു പാർട്ടായിട്ട്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു. സോ ആ ഒരു പാർട്ടായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും നടത്തും കഴിച്ചു. നമ്മളെന്തായാലും ഈ ഒരു ഷോപ്പ് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഹൈപ്പർ മാർക്കറ്റ് ലെവലിൽ നമ്മളാക്കും. നമ്മൾ $10,000 ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ള. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല, അത് എന്തായാലും പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വലിപ്പം കൂട്ടും. ഇന്ന് വാചകടിയൊന്നും ഇല്ല, പെട്ടെന്ന് പോകുന്നു, പെട്ടെന്ന് പരിപാടികൾ തീർക്കുന്നു. $4,500 വാങ്ങിച്ചു. ഓക്കെ, ഇനി എത്ര വലിപ്പം കയറി നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ തന്നെ $5,500 കണ്ട. ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് കിട്ടിയിട്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഏകദേശം ഇത് മുതൽ ഇത്രത്തോളം സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ ഈ ഷെൽഫുകളൊക്കെ നമുക്കിനി ബാക്കിൽ ഇറക്കി വെച്ചാൽ കൂടി സെറ്റാവും. ഓക്കെ, നമുക്കിനി ഓരോന്നോരോന്നായി ബാക്കിൽ ഇറക്കി വെക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടി ഷെൽഫ് വാങ്ങാം. ഷെൽഫ് നമ്മൾ എത്ര എണ്ണം വാങ്ങണം? 1 2 3 4 5 6 7 8 10 ഇരിക്കട്ടെ. ഓക്കെ, 10 നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. നമുക്ക് എന്തൊക്കെ വാങ്ങണ്ട്? പ്രീ സ്റ്റോക്കറിനൊക്കെ നമുക്ക് പിന്നെ വാങ്ങിയാൽ മതി. ഒരു മിനിറ്റ്. ഗ്രോസറി ഷെൽഫ് വാങ്ങണം. ഗ്രോസറികൾ എന്തൊക്കെ ഉണ്ട് കിട്ടിയിരിക്കുന്നത്? നമുക്ക് ലൈസൻസ് വാങ്ങണം. അതിന് കുറേ പരിപാടികൾ നമുക്ക് ചെയ്ത് വെക്കാണ്ട്. ആദ്യം നമുക്ക് ഈ ഷെൽഫുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. മിനിറ്റ്, അവിടെ ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ഒരു പണിയാണ്. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ എന്തായാലും ഇതൊക്കെ ഫുള്ളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വരാം. സോ ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ഷെൽഫൊക്കെ ഇങ്ങനെ വെക്കുന്ന പരിപാടി എന്തായാലും നമ്മൾ തീർത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലാട്ടോ ഷെൽഫൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. തൽക്കാലത്തിൽ ഇപ്പോൾ നമ്മളെന്തായാലും ഇത്ര ഷെൽഫേ വെക്കണുള്ളൂ. നമുക്ക് സൈഡിൽ ഫ്രിഡ്ജും ഈ ഫ്രിഡ്ജുകളൊക്കെ എടുത്ത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഓർഡർ ആക്കിയിട്ട് നമുക്ക് സൈഡുകളിൽ ഇങ്ങനെ വെക്കുക. പിന്നെ കുറച്ചുകൂടി വെൻഡിങ് മെഷീനൊക്കെ വാങ്ങാൻ നമുക്ക് വെൻഡിങ് മെഷീനിൽ നിന്ന് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. നമുക്ക് വേറൊരു വെൻഡിങ് മെഷീൻ കൂടി വാങ്ങട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും വഴിയെ വാങ്ങാം. ഇപ്പം നമുക്കിനി വേണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി പോണത്. ഇത് പുതിയ സാധനം കേട്ടോ, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ കടയിൽ വെക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ഒരു $4 ആക്കാം. ഒരു മിനിറ്റ്, ഉമ്മാർ ഡിസേബിൾ ആക്കി വെക്കട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. അല്ലെങ്കിൽ ഉമ്മാർ തോന്നിയ സ്ഥലത്തൊക്കെ കൊണ്ട് എടുത്ത് വെക്കും. നമ്മൾ ആദ്യം വെച്ച സ്ഥലത്ത് തന്നെ പോയി എടുത്ത് വെക്കും. അതാണ് സീൻ. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഫസ്റ്റ് സെറ്റായിട്ടുള്ള ഡ്രൈ ബേക്കിംഗ് ഇല്ലേ, അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മളെന്തായാലും അതിൻ്റെ എത്ര 4 പ്രൊഡക്റ്റാണ് നമുക്കുള്ള. 4 നമ്മളെന്തായാലും വെച്ചിട്ടുണ്ട്. കട തുറന്നിട്ടില്ലല്ലോ നമ്മൾ. കട ക്ലോസ് ആണ് കേട്ടോ. നമുക്കിനി അടുത്ത സംഭവങ്ങളാണ്. അടുത്തതിന് ഫുള്ള് മുട്ടായികളാണ്. അല്ല, ബീവറേജസ് നമുക്ക് ലാസ്റ്റ് വാങ്ങാം. നമുക്കിനി സ്വീറ്റ് ആൻഡ് സ്നാക്സ് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് മുത്തേ. 2000 years later. അതിനിപ്പോൾ നമ്മുടെ കയ്യിൽ $193 പിന്നെ ഇത്രയും കടയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കട്ടോ. നമ്മളിപ്പോൾ മേടിച്ച സാധനങ്ങളൊക്കെ എന്തായാലും നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് നൈസായിട്ട് ഈ സാധനങ്ങളൊക്കെ ഫുള്ള് വിൽക്കുക. എന്നിട്ട് നമുക്ക് എത്ര $1 കിട്ടുമെന്ന് കൂടി നോക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ഫ്രീസർ എന്ന സംഭവങ്ങളൊക്കെ വാങ്ങാം. നമുക്ക് ഇനി ഫ്രീസറും കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഫുള്ള് വിൽക്കണം. ഇവരുള്ള കാരണം പിന്നെ വലിയ സീനില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വാങ്ങണ്ട. നമുക്കത് നമ്മുടെ കട തുറക്കാം. നമ്മൾ $10,000 ഓൾമോസ്റ്റ് നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് കൂടി നോക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു 3 പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആൾക്കാരെന്തായാലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നോക്കാം എത്രത്തോളം പൈസ കിട്ടുമെന്ന്. നമുക്ക് ചെക്കൗട്ടിൽ കയറി ഇരിക്കാം. ഇനിയിപ്പോൾ ആ കടയൊക്കെ ആൾക്കാർ വരുന്നതിൻ്റെ ഇത് കൂടെ ഉണ്ടാവും. കാരണം നമ്മുടെ കട അത്യാവശ്യം നല്ല വലുതാക്കിയില്ല. അപ്പം പിന്നെ നമുക്ക് കുറച്ചുകൂടി ഷെൽഫുകളൊക്കെ ഇങ്ങനെ കുറച്ച് മുന്നിൽ വെച്ചിട്ട് ആ സൈഡിൽ ഫ്രീസറുകളും ഈ സൈഡിൽ ഫ്രിഡ്ജും വെക്കണം. അങ്ങനെ ഒരു പ്ലാൻ കൂടിയൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം. എന്തായാലും പൈസ കയറട്ടെ. A few moments later. ഓക്കെ, ഇപ്പോൾ ഇതാട്ടെ നമ്മുടെ ഫ്രീസർ. നമുക്കിത് വെച്ചോക്കെ അവിടെ. എന്തൊക്കെ വാങ്ങണ്ട നമുക്ക്? ഒരു ബീഫും വാങ്ങാം, ചിക്കനും വാങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളത് 2 വാങ്ങിയിട്ടുണ്ട്. പ്യുവർ ബീഫ് വെച്ചോക്കാം. ഇതിനൊക്കെ നല്ല പൈസ ഉണ്ട് കേട്ടോ. നമുക്കത് ഇതൊക്കെ നല്ല പൈസക്ക് തന്നെ വിൽക്കാം. $11 ആക്കാം. സെറ്റ്. ഒരു ക്യാഷ്യറിനെ കൂടി നമുക്ക് നമ്മുടെ കടയിൽ വെക്കേണ്ടി വരും. അപ്പം നമുക്ക് ആ പണി കൊണ്ട് ഒഴിവാകും. ചെക്കൗട്ട് ഇരിക്കുന്ന പണി കൊണ്ട് ഒഴിവാകും. അത് നമുക്ക് ചെയ്യാം. ഇതിന് $10 സെറ്റ്.
2-3 ഫ്രീസർ കൂടി വെക്കാനുള്ള സ്ഥലം എന്തായാലും ഇവിടെ ഉണ്ട്. നമുക്കൊക്കെ സെറ്റ് ആക്കണം. പിന്നെ ഇനി നമുക്ക് എന്താ വാങ്ങേണ്ടത്? ഫ്രിഡ്ജ് വാങ്ങാം. ഫ്രിഡ്ജിന് എത്ര റുപ്യ? ഫ്രിഡ്ജിന് പൈസ അല്ല അത്യാവശ്യം. ഫ്രിഡ്ജ് $450 നമ്മളൊന്ന് വാങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വിറ്റ് പോകണ്ട. സാധനങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. എപ്പോഴും നമ്മൾ അത്യാവശ്യം കുറേ സാധനങ്ങൾ വാങ്ങിയായിരുന്നേ. ഈ ഫ്രിഡ്ജിൽ എന്തൊക്കെ വെക്കുന്നുണ്ട്? ഫ്രിഡ്ജിൽ വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാം. ഗോൾഡിൽ ഇപ്പോൾ എന്താ വാങ്ങാനുള്ളത്? ഇത് ഫ്രഷ് ക്രീം, അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വാങ്ങേണ്ടത്? ചീസ്, ഇതും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെക്കാനുള്ള 4 പ്രോഡക്റ്റ് കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും ഉള്ളിൽ കയറ്റി വെക്കാം. ഫ്രഷ് ക്രീം നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ഫ്രഷ് ക്രീമിന് നമുക്ക് എത്ര ഇടുക? $4 ഇടുക അല്ലേ? ഓക്കെ, $4 എന്തായാലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ വാങ്ങണ്ടേ? ഫ്രീസർ വാങ്ങാനുള്ള പൈസ സെറ്റാവട്ടെ. ഇനി ഒരു ഫ്രീസർ കൂടി വാങ്ങിയിട്ട് അതിനുള്ള പ്രോഡക്റ്റ്സും വാങ്ങാം. യൂണിറ്റ് ആൾക്കാർക്ക് ഇപ്പോഴും സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ്. സാധനങ്ങൾ ഇനി ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഒന്നും കഴിഞ്ഞിട്ടില്ല, വെറുത്തല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഈ വരെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ ഇത് വാങ്ങാം, ഫ്രീസർ വാങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ 2ാമത്തെ ഫ്രീസർ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഫ്രീസറിൽ വാങ്ങാനുള്ള സാധനം എന്താ? അത് വാങ്ങാം. ഫ്രീസറിൽ ഇപ്പോൾ നമ്മളെന്താ വാങ്ങുക? ഫ്രോസണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോപ്പഡ് ബീഫിന് എത്ര? $103. ഓക്കെ, അപ്പോൾ നമ്മളത് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വില കുറവ് എന്താപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളത്? ഒന്നുമില്ല കേട്ടോ, നമുക്ക് വില കുറവായിട്ടൊന്നുമില്ല. ഇനി എത്ര വില? 103. അപ്പോൾ അതും നമ്മൾ വാങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രോഡക്റ്റ്സ് കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡേ ആൻഡ് ആയിട്ടാണ്. ഇന്നെന്തായാലും പ്രോഫിറ്റ് ഒന്നും ഇല്ല, കാരണം നമ്മൾ ഫുള്ള് പൈസ ചിലവാക്കലായിരുന്നു. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താ? ഓക്കെ, ഇതൊക്കെ നല്ല വിലയുള്ള സാധനം കേട്ടോ. ഇതിന് 15.5 എന്തായാലും ഇടാം. $2.5 നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇതെന്ത് സംഭവം? ബീഫാ? ഇതിന് 15.5, ഇതിന് 16 ഇട്ടോക്കാം. ബീഫല്ല, അപ്പോൾ നമുക്ക് നല്ല പൈസ കൂട്ടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേ എന്തായാലും എൻ്റെ ആയിട്ടുണ്ട്. നമുക്ക് ഡേ എൻ്റെ ചെയ്ത് നോക്കാം. ഇന്ന് പ്രോഫിറ്റ് ഒന്നും ഇല്ല, ഉറപ്പാണ്. എത്രയാ പ്രോഫിറ്റ് ഉണ്ടാ? $454 പ്രോഫിറ്റാണ്. അങ്ങനെ നമ്മളെന്തായാലും ഫുള്ള് ചിലവാക്കല്ലേ ചെയ്ത്. അപ്പോൾ പിന്നെ ബില്ലടക്കാനുള്ള പൈസ നമുക്കില്ല. അവിടെ നമുക്ക് മൈനസ് കിട്ടൂല. ഇപ്പോൾ ബില്ലടച്ചില്ലെങ്കിൽ മൈനസ് കിട്ടിയടാ. പക്ഷേ 106 മൈനസാണ് നമുക്കിപ്പോൾ. സന്തോഷം. 5 minutes later. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വാങ്ങണം. ഇനി ഫ്രിഡ്ജിൽ ഞാൻ എന്തൊക്കെ വെക്കാനുള്ളത്? ഫ്രിഡ്ജ് വാങ്ങണോ അതോ പുതിയ പ്രൊഡക്ട്സിൻ്റെ ലൈസൻസ് വാങ്ങണം? ലൈസൻസ് വാങ്ങാം അല്ലേ? ലൈസൻസ് നമുക്ക് എന്തെങ്കിലും വാങ്ങാം. ലൈസൻസ് എന്തിൽ ലൈസൻസ് ഒക്കെ നമ്മൾ വാങ്ങി? ചിക്കൻ വിങ്സ്, പിസ്സ ചടാർ, ലസാക്കൻ, ഫ്രോസണാ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതും വാങ്ങണം. ഒരു ഇതുകൂടി വാങ്ങേണ്ടി വരും മിക്കവാറും. എന്താ നമ്മുടെ ഫ്രീസർ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഈ കട എത്ര അപ്ഗ്രേഡ് ചെയ്താലും ഇത് വെക്കാൻ വേണ്ടിയുള്ള ഫുള്ള് സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ ഒന്നും എന്തായാലും നമുക്ക് ഇപ്പോഴും ആവും. ഈ പാർട്ടിലൊന്നും എന്തായാലും ആവുണ്ടാവില്ല. കാരണം നമ്മളിത് ഫുൾ അപ്ഗ്രേഡ് ചെയ്യല്ലേ. നമ്മൾ ഇതിനൊക്കെ ഓരോന്നിനും പൈസ ഉണ്ട്. ഈ സാധനത്തിന് തന്നെ ഇത് രണ്ടും വാങ്ങാൻ തന്നെ ഏകദേശം $1000 മേലൊക്കെ ഉണ്ടാവും. പിന്നെ 3 ഫ്രിഡ്ജും അങ്ങനത്തെ കുറേ നല്ല ചിലവുണ്ട് നമ്മുടെ കടയിൽ. കുറച്ചുകൂടി പൈസ നമുക്ക് ഒരു ഫ്രീസർ കൂടി വാങ്ങാം. സോ അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കാൻ പോകുന്നത്. കാരണം നമ്മളെന്തായാലും നമ്മുടെ കട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ $10,000 ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ $200 പോലും ആയിട്ടില്ല. നമുക്കിനി ഇതൊക്കെ വിൽക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഒരു 1000-1500 തന്നെ എത്തുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത പാർട്ടിന് വേണ്ടി നിങ്ങൾ എന്തായാലും എല്ലാവരും കാത്തിക്കുക. കാരണം അടുത്ത പാർട്ടി നമ്മൾ വീണ്ടും അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കി ഒരു $2000 സാധനം വാങ്ങി പിന്നെ പതുക്കെ ഇനി കയറി വരണം. നമ്മൾ വീണ്ടും $10,000 എത്തണം. 10,000 എത്തിയപ്പോൾ നമുക്ക് ഇനിയും കയറണം കഴിച്ചിട്ട് ഗെയിമിൽ. സോ അടുത്ത വീഡിയോ ഏറ്റവും വരുന്ന എക്സ്പീരിയൻസ് സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.